ജ്ഞാനമാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്, ഉപദേശമല്ല. ഇറ്റ്സ് നോളജ്. മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് ഗീതയ്ക്കുള്ള വ്യത്യാസത. ഈ ബൈബിളൊക്കെ ഉണ്ടല്ലോ ഉപദേശങ്ങളാണ്, ഇറ്റ് ഈസ് നോട്ട് എ ജ്ഞാനം. പക്ഷെ ഗീതയൊക്കെ ജ്ഞാനമാണ്. ജ്ഞാനം നമ്മൾ ചിന്തിക്കണം, ഉപദേശങ്ങൾ കേട്ടുപോയാൽ മതി. പക്ഷെ ഇതൊരു ഉപദേശമല്ല, ഇതൊരു ജ്ഞാനമാണ്. എന്നിട്ട് പറയുന്നു ഗുഹ്യാൽ ഗുഹ്യതരം. ഗുഹ്യാൽ എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം വളരെ സൂക്ഷ്മം എന്നുള്ള അർത്ഥം. ഇറ്റ്സ് സോ സൂക്ഷ്മമാണ്, ചിന്തിക്കാതെ ഒരിക്കലും ഇതൊന്നും മനസ്സിലാവില്ല. വെറുതെ കേട്ടതുകൊണ്ടൊന്നും ഇത് മനസ്സിലാവില്ല. ഇനി വിമർശതേത് അശേഷേണ, ഈ പറഞ്ഞതിനെയൊക്കെ നീ നല്ലവണ്ണം വിമർശിച്ച് ചിന്തിച്ച്. വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യുക എന്നല്ല അർത്ഥം. ഇതൊക്കെ നല്ലവണ്ണം അനലൈസ് ചെയ്ത്, ശരിയാണോ അല്ലേ എന്നുള്ളത് അനലൈസ് ചെയ്ത് ചിന്തിച്ചിട്ട് യഥാ ഇച്ഛസി, നിനക്ക് എന്താണ് ശരി എന്ന് തോന്നുന്നു തത് ഗുരു, അത് ചെയ്തോളൂ. ഭഗവാനെ പോലെ ഇത്ര ഫ്രീഡം തന്ന ഒരു അവതാരമൂർത്തി വേറെ ഉണ്ടാവില്ല. ഭഗവാൻ ഒരിക്കലും പറഞ്ഞില്ല ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ നോക്കൂ. ഈ ക്രിസ്ത്യൻ മതവും നമ്മുടെ ഹിന്ദു സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസമാണ്. അത് അടിച്ചേൽപ്പിക്കുന്നതാണ് അല്ലേ. നിങ്ങൾ പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ അത് ചെയ്യണം. അത് അവര് ഒന്നുകൂടി പറയുന്നത് എന്ന് വെച്ചാൽ ജീസസിലൂടെ അല്ലാതെ ഒരിക്കലും മോക്ഷമില്ല എന്നാ പറയുന്നത്, സ്വർഗം കിട്ടില്ല എന്നാ പറയുന്നത്. എന്നാ ഭഗവാൻ പറയുന്നു ഞാൻ പറയുന്നതിനെ മുഴുവൻ നിങ്ങൾ അനലൈസ് ചെയ്തോളൂ. വിമർശിക്കുക എന്നുള്ളതിന് അർത്ഥം ചിന്തിച്ചുകൊള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇതാണ് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി. അത്ര ഫ്രീഡം നമുക്ക് തന്നതുകൊണ്ടായിരിക്കാം ഹിന്ദുക്കൾ ഇങ്ങനെ ജന്തുക്കളായത്. ഒരുപക്ഷെ നമ്മളോട് മറ്റുള്ള മതത്തിൽ കൃഷ്ണൻ പറയുന്നവർ ഇത് ചെയ്തില്ലെങ്കിൽ നീ എന്റെ അടുത്ത് വരില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആളുകൾ മുഴുവൻ ഗീത വായിക്കുകയായിരുന്നു. പക്ഷെ ഭഗവാൻ അങ്ങനെയുള്ള ഒരു തെറ്റായ സംസ്കാരം ഉണ്ടാക്കിയ ഒരാളല്ല. ഭഗവാൻ പറയുന്നു അങ്ങനെയൊന്നും അടിച്ചേൽപ്പിച്ചിട്ടൊന്നും അവരവർക്ക് തോന്നുന്നു നന്നാവണമെന്നുണ്ടെങ്കിൽ നന്നായിക്കൊള്ളൂ. അതാണ് ഭാരതീയ സംസ്കാരത്തിന്റെ പ്രത്യേകത. പക്ഷെ എന്ത് പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ അടിച്ചേൽപ്പിക്കുന്ന മതത്തിനാണ് പ്രചാരം വരിക. ഫ്രീഡം കൊടുക്കുന്ന മതത്തിന് അങ്ങനെ, കാരണം ആളുകൾ അത് വേണ്ടത്ര ഉപയോഗപ്പെടുത്തില്ല. ടേക്ക് ഫോർ ഗ്രാൻഡഡ് എന്ന് പറയും. അതുകൊണ്ടായിരിക്കും ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷം ആളുകൾക്കും ഗീതയൊന്നും അറിയാത്തത്. നേരെ മറിച്ച് ബൈബിളൊക്കെ കമ്പൽസറിയാണ്, ഖുറാൻ കമ്പൽസറിയാണ്. കാരണം അത് അടിച്ചേൽപ്പിച്ചതാണ്. അടിച്ചേൽപ്പിക്കുന്നതൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് അതിനോടൊരു ഇതിങ്ങനെ തന്നെയാണെന്നുള്ള, എത്ര വലിയ പണ്ഡിതന്മാരായാലും അന്ധവിശ്വാസം അവർ പുറത്തു കിടക്കില്ല. വിഡിത്തം അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ജീസസിനെ കൊണ്ട് രോഗം മാറ്റാൻ സാധിക്കുമെന്ന് അവര് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ അവർക്ക് 100% അറിയാം ഒരു ജീസസും വന്ന് രോഗം മാറ്റില്ല. ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ അവരാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്ര ജീസസ് രോഗം മാറ്റുന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ വീട്ടിൽ നിന്ന് അവർ നേഴ്സിന് പറഞ്ഞയക്കാൻ പറ്റുമോ? ആളുകളെ നഴ്സിംഗിന് ആളെ പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ ഉറപ്പല്ലേ ജീസസ് രോഗം മാറ്റില്ല എന്നുള്ളത്. അത് തന്നെ അവർ പറയുന്നതൊന്നും. ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ റൺ ചെയ്യുന്നത് ലോകത്തില് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അപ്പൊ അവര് ജീസസ് പറഞ്ഞതിനെതിരല്ലേ ചെയ്യുന്നത്. അപ്പൊ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്നും. അതെന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അവര് പറയുന്നതിൽ ലോജിക് ഇല്ല എന്നുള്ളത്. നോക്കൂ, അങ്ങനെ ആ റിലീജിയൻ അതുകൊണ്ടാണ് നിൽക്കാത്തത്. ഞാനിതൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ കാരണം വെച്ചാൽ ഞാൻ ഭാഗവതാമൃതം ടിവിയിലൂടെ വരുമ്പോണ്ടല്ലോ എത്രയാ ക്രിസ്ത്യൻസ് നമുക്ക് റെസ്പോൺസ് ചെയ്യുന്നെന്ന് അറിയോ? ഒരുപാട് ക്രിസ്ത്യൻസ്. കാരണം അവർക്കതൊന്നും ചിന്തിക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതിൽ ചിന്തകളുണ്ട്, ലോജിക്, യുക്തിയുണ്ട്, ശാസ്ത്രങ്ങളുണ്ട്. അവരുടെ ഗ്രന്ഥം പോലെയല്ല നമ്മുടെ ഗ്രന്ഥം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളതിനോട് വലിയൊരു ആകർഷണം അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാലുണ്ടല്ലോ ലോകത്തിൽ കൂടുതൽ ആളുകളെ നമുക്ക് ഈ സംസ്കാരത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ നമ്മൾ അടിച്ചേൽപ്പിക്കല്ല വേണ്ടത്. നമ്മൾ അതിനെ അവരുടെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുപോയി അവരൊന്ന് ചിന്തിച്ചിട്ട് അവർക്ക് ശരിയാണോ ശരിയല്ലേ, ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്തോളൂ. പക്ഷെ 100% ഉറപ്പാണ് ഇത് ശാസ്ത്രമാണെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും സാധ്യത. ഇപ്രകാരം പറഞ്ഞ ഭഗവാൻ പറഞ്ഞിട്ട് പറഞ്ഞു, അതുകൊണ്ട് നീ ആരായിരിക്കണം? മന്മനാഭവമൽ ഭക്തോ മധ്യാജീ മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. മന്മന, നിന്റെ മനസ്സ് എന്നിൽ വെക്കൂ. മൽ ഭക്ത, നീ എന്റെ ഭക്തനാവും. മദ്യാജി, വൈകുന്നേരമാകുമ്പോ മദ്യാജി എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി മദ്യം കഴിക്കുന്നാണോ? മത് യജി, യജിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമ്പോഴും എന്നിൽ അർപ്പിച്ചുകൊണ്ട്. മാം നമസ്കുരു, ആരെ നമസ്കരിക്കണം?
എന്നെ നമസ്കരിക്കൂ. മാം ഏവ വൈശ്യസി, എന്നെ തന്നെ നീ പ്രാപിക്കും. പ്രതിജാനെ, ഞാൻ സത്യം ചെയ്യുന്നു. നീ എന്നെ പ്രാപിക്കുമെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. പ്രിയോസിമേ, നീ എനിക്ക് പ്രിയനാണ്. അപ്പം ഭഗവാനെ പ്രിയനാവാൻ എന്തൊക്കെയാ വേണ്ടത്? എടാവളക്ക് എത്തിച്ചാൽ മതിയോ? എന്തൊക്കെയാ വേണ്ടത്? മന്മന, മനസ്സാർക്ക് കൊടുക്കണം? ഭഗവാന്. മത് ഭക്തനായി തീരണം. ഭക്തൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിനെ ആരിൽ ഉറപ്പിക്കണം? എന്ത് ചെയ്യുമ്പോഴും അത് ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്ന എന്ന ബോധത്തോടെ സന്തോഷത്തോടെ ചെയ്യണം. എന്ത് വന്നാലും അത് ഭഗവത് പ്രസാദമായി സ്വീകരിക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ച് നമസ്കുരു, എല്ലാം ഭഗവാന് ആ മനസ്സിനെ തന്നെ അർപ്പിക്കാൻ നമ്മളെ പരിശീലിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തിച്ചേരും? ഭഗവാൻ. ഇപ്രകാരം പറഞ്ഞ്, അതുകൊണ്ട് അർജുന, ഈ പറഞ്ഞതുണ്ടല്ലോ, ആരാണോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവരെ സർവോത്കൃഷ്ടന്മാരായിട്ടാണ് ഭഗവാൻ കണക്കാക്കുന്നത്. പറയാണ്, യ ഇമം പരമം ഗുഹ്യം മൽഭക്തേഷു അഭിദാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേ വൈശ്യത്യ സംശയം. ഇമം പരമം ഗുഹ്യം, ഈ പരമഗുഹ്യമായിരിക്കുന്ന ശാസ്ത്രം മൽഭക്തേഷു അഭിദാസ്യതി, എന്റെ ഭക്തന്മാർക്ക് അഭിദാസ്യതി, ആരാണോ പറഞ്ഞു കൊടുക്കുന്നത്, പകർന്നു കൊടുക്കുന്നത്, അവര് ഭക്തിമയും പരാം കൃത്വ, എന്നിൽ പരമമായ ഭക്തി ഉറപ്പിച്ചിട്ട് മാമേ വൈശ്യതി അസംശയ, അവരെന്നെ തന്നെ പ്രാപിക്കും. അപ്പം ഭഗവാനിൽ എത്താൻ എളുപ്പമായൊരു മാർഗം എന്താണ്? ഇതൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് ആരിലേക്ക് എത്തിച്ചേരാൻ പറ്റും? എന്തൊരു ഗംഭീര പ്രഖ്യാപനമാണ് നോക്കൂ. ഭഗവാൻ പറയുന്നത് ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരാളെ വെക്കേണ്ടെന്നില്ല. അപ്പം പ്രത്യേകിച്ച് ടീച്ചർമാരെ വെക്കാനല്ല ഭഗവാൻ പറയുന്നത്. നമ്മളൊക്കെ ഇതൊക്കെ മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് ഇതിനെ പകർന്നു കൊടുക്കുക. അത് നമ്മുടെ ജോലിയായിരിക്കണം. അപ്പൊ കുറച്ചു പേർക്കെങ്കിലും നമ്മൾ എന്ത് പകർന്നു കൊടുക്കണം? ഗീത പകർന്നു കൊടുക്കണം. ഇവിടുന്ന് പോകുമ്പോണ്ടല്ലോ, നിങ്ങൾ അതൊക്കെ മനസ്സിൽ പ്രതിജ്ഞ ചെയ്തിട്ട് വേണം പോകാൻ. കേട്ടുപോവില്ല. മനസ്സിലായില്ലേ? ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി പറഞ്ഞു കൊടുക്കണ്ട, വരൂ 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 എന്ന് പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊന്നും പോയി പറഞ്ഞു കൊടുക്കണ്ട. കുറച്ച് ആളുകളെങ്കിലും നല്ലവരില്ലാന്ന് അപ്പം പറയുന്നത്. അതിത്തിരി കഷ്ടമാണ്. താല്പര്യമില്ലാത്തവരായിട്ടൊന്നും ആരും ഉണ്ടാവാതിരിക്കില്ല. നല്ലവരും ചീത്തവരൊക്കെ ലോകത്തിൽ എല്ലാ മുക്കിലും മൂലയിലുണ്ട്. അപ്പൊ കുറച്ച് ആളുകളെയൊക്കെ സംഘടിപ്പിക്കുക. ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് കുറച്ചു നേരം ഗീത വായിക്കാം. അറ്റ്ലീസ്റ്റ് ഗീത വായിക്കാനെങ്കിലും പഠിപ്പിക്കാനോ? ഇല്ല? അങ്ങനെ നമ്മൾ പരിശീലിക്കണം. ഇപ്പം എന്നെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് വിദ്യാലയങ്ങൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. സ്വാമി, ഒരു ടീച്ചറെ പറഞ്ഞേക്കോ ഗീത പഠിപ്പിക്കാൻ, ഒരു ടീച്ചറെ പറഞ്ഞേക്കോ ഗീത പഠിപ്പിക്കാൻ. എവിടെ പറ്റണോ നമുക്ക്? അപ്പം അങ്ങനെ നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാലല്ലോ, എത്രയോ സ്കൂളുകളുണ്ട് നമുക്ക് ഗീത പഠിപ്പിക്കാൻ, എത്രയോ വിദ്യാലയങ്ങൾ നമുക്ക് ഗീത പഠിപ്പിക്കാനൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും പഠിപ്പിക്കാനുള്ള ആളെ കിട്ടാനില്ല. അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, അവസരങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? എന്ത് തുടങ്ങുമ്പോഴും ആളുകൾ കുറവായിരിക്കും. പിന്നെ 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 അതിനോടൊരു താല്പര്യം. നോക്കൂ, നിങ്ങൾ പണ്ട് കാലത്തുള്ള ഭാഗവത സപ്താഹങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, എന്റെയൊക്കെ കുട്ടിക്കാലത്ത് കണ്ട സപ്താഹങ്ങളിലൊക്കെ 10-15 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ശുഷ്കമായിരിക്കത്. പിന്നെ ഇപ്പോഴൊക്കെ ഭാഗവത സപ്താഹം എന്ന് പറഞ്ഞാൽ 1000, 2000, 3000 ആളുകളൊക്കെ. അപ്പം ക്രമേണ അതൊരു പെട്ടെന്നുള്ളതല്ലത്, അതൊരു ക്രമേണ ഉള്ള ഒരു മാറ്റമാണ്. അപ്പൊ നമ്മൾ ഇത്രയും പേര് 10-250 പേര് കുരുക്ഷേത്രയിൽ വന്ന് ഗീത വായിച്ചു. അപ്പൊ ഇനി ഈ സംസ്കാരം എങ്ങനെ വളർന്നു വലുതാവും. ഇനി ഒരു പക്ഷേ അടുത്ത വർഷം വേറെ ഏതെങ്കിലും ആചാര്യൻ ഒരു 500 ആളുകളെയും കൊണ്ടുവന്ന് വായിപ്പിക്കും. അപ്പൊ അങ്ങനെ ഒരാൾ തുടക്കം കുറിക്കുന്നത് അതിങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തി ഇതിനൊരു എന്തുവരും പ്രചാരം. ഒരു 50 കൊല്ലം കഴിയുമ്പോൾ ഒരു പക്ഷെ കേരളത്തിലുള്ള ആളുകൾ മുഴുവൻ ഇവിടെ വന്ന് ഗീത വായിച്ചുകൂടായില്ല. പറയാൻ പറ്റില്ല നമുക്ക് ഈ സംസ്കാരം എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മളൊരു തുടക്കം കുറിച്ചു വെച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇംപ്രഷൻസ്, അതിന്റെ ഒരു വൈബ്രേഷൻസ് അതിങ്ങനെ സ്പ്രെഡ് ചെയ്യും. നമുക്ക് പണ്ട് കാലത്ത് നമുക്കത് മനസ്സിലാവണമെങ്കിൽ, പണ്ട് കാലത്ത് സപ്താഹം നടത്തിയ ആചാര്യന്മാര് അവരുടെ കയ്യിൽ വിരലിലെണ്ണാവുന്ന ആളുകളേ ഉള്ളൂ, ഇല്ലേ? അവരൊരിക്കലും പ്രതീക്ഷ ഉണ്ടാവും ഇത്ര ആളുകളൊക്കെ സപ്താഹങ്ങളിലേക്ക് വരും എന്നൊക്കെ ഉള്ളത് ഉണ്ടോ? അപ്പൊ അന്ന് അവര് കൊളത്തി വെച്ച വിളക്കാണ് ഇന്ന് അതിന് പ്രകാശം കൂടി വരുന്നത്. ഇതുപോലെ ഏത് കാര്യത്തിലും ഒരിക്കൽ ചെയ്യുന്നതിന് അതിന്റെ ഒരു ശക്തി മറ്റുള്ളവരിലേക്ക് എത്തും. അപ്പൊ നമ്മൾ ഒരാൾക്കെങ്കിലും എന്ത് പഠിപ്പിച്ചു കൊടുക്കുക? ഗീത പഠിപ്പിച്ചു കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ചൊല്ലാൻ നമ്മൾ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ അതിലൂടെ
പഠിക്കുക ചെയ്യുന്നത്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നന്നാവണമെന്നുണ്ടെങ്കിൽ എളുപ്പമാർഗം എന്താ അറിയോ? ഒരാളെ കണ്ടെത്തുക, എന്നിട്ട് അവരോട് പറയാം ഞാൻ ഗീത പറഞ്ഞുതരാന്ന്. അധ്യേഷ്യതയാ 4-5 വട്ടം അധ്യേഷ്യത പറയുമ്പോൾ അത് ഉറച്ചു കിട്ടും. അപ്പൊ അവര് വിചാരിക്കും നിങ്ങൾ അയാളെ പഠിപ്പിക്കുകയാണെന്ന്. വാസ്തവത്തിൽ ഉണ്ടാവുന്നത് നീ കുറച്ച് കിട്ടുകയാണ് ഇയാള് കാരണം ഇത് ഉറപ്പിക്കാൻ ഒരാൾ വേണേ. അതാണ് സത്യം. ഇങ്ങനെ ഇതന്തർമ്മ്യം സംവാദമാത് ഇപ്രകാരം പറഞ്ഞപ്പോ അർജുനൻ പറയാണ് ഭഗവാനോട്, അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർലബ്ധ്വാ തൽപ്രസാദാൽമയാച്യുതാം സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. ഗീത കേട്ടിട്ട് അർജുനൻ എന്ത് മാറ്റം ഉണ്ടായി? നഷ്ടോ മോഹം. അർജുനന്റെ മോഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണകൾ നീങ്ങി. അർജുനന്റെ എല്ലാ തെറ്റായ ധാരണ. സ്മൃതിർ ലബ്ധ്വാ, ഓർമ്മശക്തി. എന്താ ഓർമ്മശക്തി? അർജുനന് ഓർമ്മശക്തി ഇല്ലാതിരുന്നോ? ഏത് ഓർമ്മശക്തിയെ കിട്ടിയത്? അർജുനന് ആധ്യാത്മികമായ ഓർമ്മശക്തികളൊക്കെ, അതായത് ശരീരം മാത്രമേ പോകുന്നുള്ളൂ, മനസ്സിന് നാശമില്ല, മനസ്സിനെ നിലനിർത്തുന്ന ചൈതന്യത്തിനും യാതൊരു നാശമില്ല. ശരീരം മരിക്കുക എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ വസ്ത്രം മാറ്റുന്നത് പോലെയാണ്. ഇവരൊന്നും കൊന്നുകഴിഞ്ഞാൽ ഇവരൊന്നും അൾട്ടിമേറ്റ്ലി നശിക്കുന്നില്ല. ഇനി ഇവരെ കൊന്നതിന്റെ പാപം എന്നെ തൊടാതിരിക്കണമെങ്കിൽ ഞാൻ എങ്ങനെ കൊല്ലണം? ഇത് ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു നിയോഗം. അത് ചെയ്തു. ഞാൻ കൊല്ലുകയല്ല ചെയ്തു, ഞാൻ വെറുമൊരു ഉപകരണം മാത്രം. ഉടനെ തന്നെ മനസ്സിനെ ആരിലേക്ക് സമർപ്പിച്ചേക്കണം? ഭഗവാനെ അങ്ങ് ചെയ്ത പണി, ഏൽപ്പിച്ച പണി കഴിഞ്ഞു. അത് കൊല്ലലാണ്, എന്ത് ചെയ്യാനാണ്? പക്ഷെ ഞാൻ കൊന്നിട്ടില്ല, ഞാൻ അവരുടെ വസ്ത്രം മാറ്റുകയാണ് ചെയ്തത്. ദാറ്റ്സ് ആൾ. ഇപ്രകാരമൊക്കെയുള്ള ബോധം വരുമ്പം അവരെ കൊന്നു എന്നുള്ള ചിന്തയുണ്ടാവില്ല, കുറ്റബോധമുണ്ടാവില്ല, പാപബോധമുണ്ടാവില്ല. എന്റെ മനസ്സിനെ നിനക്ക് ഉയർത്താൻ സാധിക്കും. അർജുനൻ ആ സ്മൃതിയൊക്കെ കിട്ടി. ത്വൽപ്രസാദാൽ, ഭഗവാനെ അവിടുത്തെ പ്രസാദം കൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. അപ്പൊ അർജുനൻ നമ്മൾ വാങ്ങിച്ചു കഴിക്കുന്ന പ്രസാദമല്ല കഴിച്ചത്, അർജുനൻ ബുദ്ധിപ്രസാദമാണ് മേടിച്ചത്. എന്നിട്ട് പറയുന്നു സ്ഥിതോസ്മി, ഇപ്പൊ എന്റെ മനസ്സ് സ്ഥിതമായി. ഗതസന്ദേഹം, എല്ലാ കൺഫ്യൂഷനും പോയി കിട്ടി. കരിഷ്യേ വചനം തപ, അവിടുന്ന് പറഞ്ഞത് ഞാനത്. അങ്ങ് പറഞ്ഞില്ലേ മാ ശുച, ദുഃഖിക്കരുതെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞില്ലേ, ഇനി ഞാനത് ചെയ്തുകൊള്ളാം. അങ്ങനെ ഭഗവാൻ പറഞ്ഞത് ആരേറ്റു? അർജുന. ഇതുപോലെ നമുക്കും നമ്മൾ തോന്നിയതല്ല ചെയ്യേണ്ടത്, ഭഗവാൻ പറഞ്ഞത്. എന്താ ഭഗവാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? അത് ഭഗവത്ഗീതയിലൂടെയൊക്കെ കേട്ട് മനസ്സിലാക്കി അത് ഉറപ്പിക്കും. എന്നിട്ട് പ്രകാരം ഉപസംഹരിപ്പിച്ചിട്ട് പറയാണ്, യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരാം അത്ര ശ്രീവിജയോ ഭൂതിർ ധ്രുവാനീതിർമതിർമമ. വേദവ്യാസ മഹർഷിയുടെ വാക്കുകളാണ്. തത്ര ശ്രീ, അവിടെ ഐശ്വര്യമുണ്ട്. തത്ര വിജയം, അവിടെ വിജയമുണ്ട്. തത്ര ഭൂതിർ, ഭൂതിർ എന്ന് പറഞ്ഞാൽ ഉന്നതിയുണ്ട്. അവിടെ ഉന്നതിയുണ്ട്, അവിടെ ഐശ്വര്യമുണ്ട്, അവിടെ വിജയമുണ്ട്. എവിടെയുണ്ട്? ധ്രുവ, ഉറപ്പായിട്ടും. നീതിർമമ, ഇതാണ് എന്റെ നീതി. നീതി എന്ന് പറഞ്ഞാൽ എന്റെ ദൃഢമായ വിശ്വാസമല്ല, നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്റെ ദൃഢമായ ഉറപ്പ് എന്നാണ്. ഇതെന്റെ ഉറപ്പാണ്. അവിടെ വിജയമുണ്ട്, അവിടെ ഐശ്വര്യമുണ്ട്, അവിടെ ഉന്നതിയുണ്ട്. എവിടെ? എവിടെ യോഗേശ്വരനായിരിക്കുന്ന കൃഷ്ണൻ, എവിടെ ധനുർധരനായിരിക്കുന്ന പാർത്ഥനും ഉണ്ടോ, അവിടെ ഇതൊക്കെ ഉണ്ട്. ആരാ യോഗേശ്വരനായ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായിരിക്കുന്ന ഭഗവാനിൽ അർപ്പണത്തോടുകൂടിയിട്ടുള്ള ഒരു ജീവിതം എവിടെയുണ്ടോ, എവിടെ അർജുനനെ പോലെ ഉത്സാഹഭരിതമായി തന്റെ കടമകളൊക്കെ ഭഗവത് നിയോഗമായി ചെയ്യുന്നവരുണ്ടോ, അവിടെയൊക്കെ ശരീരം കൊണ്ട് നമ്മൾ ഭഗവാൻ ഏൽപ്പിച്ച കടമകൾ ചെയ്യണം, മനസ്സുകൊണ്ട് നമ്മൾ ഭഗവാനിൽ അർപ്പിക്കണം. ഇത് രണ്ടും ആർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ ശ്രീയുണ്ട്, വിജയമുണ്ട്, ഉന്നതിയും. അപ്പം ജീവിതം എന്ന് പറയുന്നത് കേവലം കടമകൾ ചെയ്തു പോകുമ്പോഴാണ് പ്രശ്നം. ഭഗവാൻ പറയുന്നു ജീവിതത്തെ കടമയായി കാണരുത്, ജീവിതത്തെ നിയോഗമായി, ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗമായി, നമ്മൾ ഒരു ഉപകരണമായി. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ നമ്മൾ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടൊക്കെ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് എന്നും ഉന്നതിയുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെ ധർമ്മം. അതുകൊണ്ടാണ് ഗീത തുടങ്ങുന്നത് ധർമ്മം എന്നുള്ള വാക്കിലാണ്. ഇങ്ങനെ തുടങ്ങുന്നത്, അവസാനിപ്പിക്കുന്നത് മമ എന്നുള്ള വാക്കിലാണ്. എന്താണ്? അല്ലേ?
നീതി മമ, ധർമ്മം മമ. തുടക്കവും അവസാനം കൂട്ടി യോജിപ്പിച്ചു നോക്കൂ. എന്താ വരിക? ധർമ്മം മമ എന്ന് പറഞ്ഞാൽ എന്റെ ധർമ്മം. എന്റെ ധർമ്മം എന്താണ്? ശരീരത്തിന്റെ ധർമ്മം ഭഗവാൻ ഏൽപ്പിച്ചതിനെ ചെയ്യലും വരുന്നത് പ്രസാദമായി സ്വീകരിക്കലും. മനസ്സിന്റെ ധർമ്മം ഭഗവാനിലേക്ക് ക്രമേണ സമർപ്പിച്ച് ലയിപ്പിക്കലും. അപ്പം ശരീരം അത് പോകേണ്ടടത്തേക്ക് പോവും. മനസ്സ് അതെവിടെ നിന്ന് വന്നോ അവിടെ എത്തിച്ചേരും. ക്ലിയർ ആണല്ലോ? ഇത്ര ക്ലാരിറ്റിയിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഏത്? അതുകൊണ്ട് ഈ ഭഗവത്ഗീതയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഭഗവത്ഗീതയുടെ ഒരു വ്യാഖ്യാനമായിട്ടാണ് ഭാഗവതത്തെ പറയുക. ഇതിൽ 18 അധ്യായങ്ങളാണല്ലോ. ഈ 18 അധ്യായങ്ങളെ വ്യാസൻ വിപുലീകരിച്ചിട്ട് 18,000 ശ്ലോകങ്ങളാക്കി എന്ന് പറയും. അങ്ങനെ ഒരു എന്താണ് വ്യാഖ്യാനമുണ്ട്. ഗീതയും ഭാഗവതവും എന്ന് പറഞ്ഞാൽ ഒരു നാണയത്തിന്റെ രണ്ടു വശം. നിങ്ങൾക്ക് ഭാഗവതം ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഗീത നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ ഭാഗവതം മനസ്സിലാക്കാത്തവർക്ക് നാരായണീയം മനസ്സിലാവില്ല. ഭാഗവതം മനസ്സിലാക്കാത്തവർക്ക് നാരായണീയം മനസ്സിലാവില്ല എന്ന് പറയാൻ കാരണം നാരായണീയം എന്ന് പറയുന്നത് ഭാഗവതത്തിന്റെ എസൻസ് ആണ്. അപ്പൊ അതിൽ ഓരോ കഥകളും മനസ്സിലാവണമെങ്കിൽ ഭാഗവതം മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായില്ലേ? ഇതുപോലെ ഗീത മനസ്സിലായാൽ ഏത് മനസ്സിലായി? ഭഗവതം. ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കും. വെറുതെ സമയം കളയരുത്. പഠിക്കാനുള്ള എളുപ്പവഴി എന്ന് എന്താ പറഞ്ഞത്? പഠിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുക. അപ്പൊ നിങ്ങളൊക്കെ അത് പ്രതിജ്ഞ ഏറ്റെടുക്കണം. അതിനെന്താ വഴി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ ഇത് മേടിക്കുക. നിങ്ങൾക്ക് CD മേടിക്കുക. എന്നിട്ട് കേൾക്കുക എങ്ങനെയാ അതിന്റെ ചൊല്ലിയിരിക്കുന്നത്. എന്നിട്ട് അതിനെ മുറിച്ച് പഠിക്കുക വരികളായിട്ട്. ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കഴിയുന്നതും കൂട്ടക്ഷരങ്ങൾ ചേർക്കാതെ പറഞ്ഞു. അത് മനസ്സിൽ ഓർത്ത് വെക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ അർത്ഥം എഴുതി വെക്കുക. നമുക്ക് ഓരോ ശ്ലോകത്തിന്റെ അർത്ഥം ഇവിടെ പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ധാരാളം പുസ്തകങ്ങൾ മേടിക്കാൻ കഴിയും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കമന്ററി ഉള്ളത് ഗീതയ്ക്കുള്ള. കമന്ററി ഉള്ള പുസ്തകം മേടിച്ച് ഓരോ ശ്ലോകത്തിന്റെയും അർത്ഥം എഴുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് അർത്ഥം മനസ്സിലായത് അത് എഴുതി വയ്ക്കുക. അങ്ങനെ നമ്മളൊരു പുസ്തകം തയ്യാറാക്കി അതിന്റെ ബേസിലിരുന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കത് ഉറപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗീത ഈ ചിന്മയ മിഷന്റെ അവര് ഇറക്കിയിട്ടുണ്ട് കാസറ്റ്. സ്വാമി ബ്രഹ്മാനന്ദയുടെ അതിസുന്ദരമായ കാസറ്റ് ഉണ്ട് ബാംഗ്ലൂരിൽ. അപ്പൊ അങ്ങനെ ചൊല്ലുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചൊല്ലുമ്പോ തന്നെ നമുക്കതിന്റെ അർത്ഥമാവുന്ന രീതിയിൽ ചൊല്ലിപ്പിടിക്കണം. വെറുതെ ചൊല്ലാൻ വേണ്ടിയിട്ട് ചൊല്ലരുത്, അർത്ഥമാവുന്ന വിധത്തിൽ ചൊല്ലിപ്പിടിക്കും. അപ്പൊ നമുക്ക് ചൊല്ലുമ്പോഴേ നമുക്ക് മനസ്സിലായി ഈ ശ്ലോകത്തിൽ എന്താണ്. സംസ്കൃതമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അങ്ങനെ പഠിച്ചെടുക്കും. സാധിക്കട്ടെ. ഏതായാലും ജഗദീശ്വരൻ നമുക്ക് വലിയൊരു ഭാഗ്യം തന്നു. 5000 വർഷം മുമ്പ് ഗീത പറഞ്ഞ അതേ മണ്ണിൽ നമുക്കത് വായിക്കാൻ സാധിച്ചു. ഇതൊരു വലിയ സുഹൃതം തന്നെയാണ്. ജീവിതത്തിൽ എന്നും ഇതൊരു ഓർമ്മയായിട്ട് അവശേഷിക്കട്ടെ. ഗീത 18 അധ്യായവും ഈ പറഞ്ഞ മണ്ണിൽ തന്നെ എനിക്ക് വായിക്കാൻ പറ്റിയല്ലോ. ഇനി ഇതൊരു തുടക്കമായി വെച്ച് ഇനി വീണ്ടും നമ്മളതിന്റെ കണ്ടിന്യൂ ചെയ്യുക. ഗീത ഞാൻ അവിടുന്ന് വായിച്ചു, സമാധാനായി, ഇനി അവിടെ അടച്ചു കിടക്കട്ടെ. ഇപ്പൊ അടുത്ത കുരുക്ഷേത്രത്തിൽ എന്നാവും. അപ്പൊ നമ്മൾ അങ്ങനെ കാണുമ്പോഴല്ലോ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ധർമ്മക്ഷേത്രേ അവിടെ കുരുക്ഷേത്രമാവാൻ തുടങ്ങും. അങ്ങനെ അവരത് ഇതൊരു തുടക്കമായി ഇതിനെ ഒരു കണ്ടിന്യൂറ്റി നിലനിർത്തുക. അപ്പൊ ഇവിടുന്ന് നിങ്ങളൊരു വിളക്ക് കൊളുത്തി പോവാണ്. അതിനി നിരന്തരം ഒരു ശ്ലോകമെങ്കിലും ദിവസവും ഞാൻ വായിച്ചിരിക്കും, അർത്ഥത്തോടുകൂടി വായിച്ചിരിക്കും, മനസ്സിലാക്കും. അപ്പൊ പിന്നെ ഗീത പഠിക്കാൻ പ്രയാസം ഉണ്ടാവില്ല. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വന്നാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ പറയാം, ക്ലൈഭ്യം മാസ്മക പാർത്ഥ നൈതത്തയ്യുപപദ്ധ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ടപരൻ, അല്ലെങ്കിൽ ഉത്തരേത് ആത്മനാത്മ എന്നൊക്കെ പറയാൻ സാധിക്കും. മരിച്ചു കിടക്കുന്ന വീട്ടിൽ പോയാൽ ആസാംസിതീർണാനിതാവിഹായ നവാനി ഗൃഹാദി അരൂപരാണി എന്നൊക്കെ പറയാം. അതാ ശരീരാണി വിഹായ അന്യാനി സംയാതി നവാനി ദേഹി, ഇത് പറയാൻ സാധിക്കും. അപ്പൊ ശരീരം ജീർണിച്ചാൽ പുതിയ ദേഹം എടുക്കും. അതുകൊണ്ട് വെറുതെ ഇരുന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അയാൾ പുതിയ ഡ്രസ്സ് അന്വേഷിച്ച് പോയിരിക്കുകയാണ്. അത് പഴയ തന്നെ ഇടണം എന്ന് പറഞ്ഞാൽ ശരിയാണോ? അയാൾ പുതിയതെടുക്കട്ടെ. ഇങ്ങനെയൊക്കെ നമ്മൾ പരിശീലിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേടി എന്ന് പറയുന്നത്, ദുഃഖം എന്ന് പറയുന്നത് പറയും. എന്തായാലും വളരെ സന്തോഷം നിങ്ങളുടെ കൂടെ ഇവിടെ വരാൻ സാധിച്ചതും
ഇത് പഠിക്കാൻ സാധിച്ചതും വായിക്കാൻ സാധിച്ചത് അറ്റ്ലീസ്റ്റ് എനിക്കൊരു ഉപകാരമായി. കാരണം കുറെ കാലമായി ഞാൻ ഇത് പറഞ്ഞിട്ട് അത് വീണ്ടും ഒക്കെ ഒന്ന് ആരെങ്കിലും കണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചൊല്ലാൻ പറ്റുള്ളൂ. നമ്മള് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, നിങ്ങൾ ഇവിടം കൊണ്ട് തീർന്നു എന്ന് വിചാരിക്കരുത് നമ്മുടെ കാര്യങ്ങളെ. നമ്മളെല്ലാവരും ഇനിയും ഒറ്റക്കെട്ടായിട്ട് നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഭയങ്കര ശക്തിയായിരിക്കും. ഒരു റിസർവോയറിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് എത്രയോ ശക്തി, വൈദ്യുതി തരാൻ സാധിക്കും അല്ലേ? ഈ വ്യക്തികൾക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. എപ്പോഴും ഒരു കൂട്ടായ്മയ്ക്ക് ഭയങ്കര ശക്തി. അപ്പൊ നമ്മൾ ഇത്രയും ആൾക്കാർ ഇവിടെ വരുമ്പോണ്ടല്ലോ, അതിന്റെ ഒരു ഇംപ്രഷൻ എത്രയാ നോക്കൂ നിങ്ങൾ. ഭഗവാന്റെ ഒരു കാരുണ്യവും നിയോഗം കൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ സാധിച്ചു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഉപസംഹരിപ്പിക്കുകയാണ്.